रघुपति राघव राजा राम, पतित पावन सीताराम। श्री राम जय जय राम, श्री राम जय जय राम। श्री राम जय जय राम, श्री राम जय जय राम। सीताराम लक्ष्मण हनुमान की साउंड बोरा। सीताराम लक्ष्मण हनुमान की। എവിടെ നിർത്തി? ആത്മലിംഗം, വിഘ്നേശ്വരൻ. അപ്പോ ഭഗവാൻ വലിയ ഒരു പൊതുയോഗം നടത്തുകയാണ്. സരസ്വതിക്ക് ഒന്ന്, ലക്ഷ്മിക്ക് ഒന്ന്, ഇങ്ങനെ എല്ലാവർക്കും ഓരോ വിഭാഗങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു വിഭാഗം മാത്രം ഒരു ദേവനും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് കാലി. പൈസ ലക്ഷ്മി എടുത്തു, വിദ്യ സരസ്വതി എടുത്തു, എല്ലാ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും എടുത്തു. ചെടി, വൃക്ഷങ്ങള്, പക്ഷികളെ എല്ലാം ഓരോരുത്തർ ഏറ്റെടുത്തു. ഒരു വിഭാഗം മാത്രം ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ആ വിഭാഗം കർമ്മ വിഭാഗം. കർമ്മം, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുക. നിങ്ങളൊക്കെ പുരാണത്തിൽ കേട്ടിട്ടുണ്ടാവും, ആർക്കും അതിൽ വിശ്വാസമില്ല. നമ്മുടെ ഭാഗവതം, ഗരുഡ പുരാണം, എല്ലാ പുരാണങ്ങളും പറയുന്നത് പൈസ പലിശയ്ക്ക് കൊടുത്ത് ആൾക്കാരെ ചൂഷണം ചെയ്ത് പലിശ മേടിച്ചു കഴിഞ്ഞാൽ നരകലോകത്തിൽ തുന്നൽ മെഷീനിൽ വെച്ച് തക്കിയൊന്നു അയാളെ. ഇങ്ങനെയൊക്കെ ഉണ്ട് കുറെ കഥകൾ. നരകലോക വിവരണങ്ങളുണ്ട്. തഥൈവം രൗരവം കുംഭീപാകം തമിശ്രം മന്ദതാമിശ്രം, ഇങ്ങനെ ഒരുപാട് നരകലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മത്സ്യമാംസാദികൾ കഴിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷ എന്താണ്? മദ്യപാനത്തിന് ഉണ്ടാകുന്ന ശിക്ഷ എന്താണ്? ഇതൊന്നും ഞാൻ പറയുന്നത് ആരും വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇരിഞ്ഞാലക്കുട ഭരതൻ ക്ഷേത്രം എത്ര പേര് പോയിട്ടുണ്ട്? കൂടൽമാണിക്യം എല്ലാവരും പോയിട്ടുണ്ട്. ഇനി അടുത്ത തവണ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, ശ്രീകോവിലിന്റെ തൊട്ട് മുമ്പായിട്ട് 2 വശത്ത് ആ മതിൽ ഉണ്ട്. ആ ചുവരില് 100 വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവിക്കുക. കള്ളം ഒരു തവണ പറഞ്ഞാൽ തത്തയായി ജനിക്കും. ഒരു ജന്മം എന്തായി ജനിക്കണം? ഒരു കള്ളം പറഞ്ഞാൽ എന്തായിട്ട് ജനിക്കണം? തത്തയായി ജനിക്കണം. നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ട് കള്ളത്തിനെ കച്ചവടമാക്കി വെച്ച് കഴിഞ്ഞാൽ അയാൾ വവ്വാലായി ജനിക്കണം. ബാറ്റ്. ഏകദേശം നമ്മുടെ അഡ്വക്കേറ്റുമാരൊക്കെ ഉണ്ട്, അവരെ വസ്ത്രം കണ്ടിട്ടുണ്ടോ? വവ്വാല് തന്നെ അത്. നിരന്തരം കള്ളം പറഞ്ഞിട്ടിരുന്നാൽ വവ്വാലായി ജനിക്കും. നാട്ടില് പ്രമാണിയായി നടക്കുന്നു, പക്ഷെ ചിന്തകളെല്ലാം വളരെ മോശമായിരുന്നാൽ അവൻ ഒരു ജന്മം കഴുകനായി ജനിക്കും. ഭാഗവതത്തിൽ നമുക്ക് ആ കഥയറിയാം. കൃഷ്ണ ഭഗവാൻ വെണ്ണ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് യശോദാദേവി കൃഷ്ണനെ ഉരലിൽ കെട്ടിവെച്ചു. ഭഗവാൻ ഉരൽ എങ്ങോട്ട് വലിച്ചുകൊണ്ടുപോയി? എവിടെ കൊണ്ടുപോയി? 2 മരങ്ങളുടെ ഇടയിൽ. ആ 2 മരങ്ങൾ ആരായിരുന്നു? കുബേരന്റെ മക്കൾ മര്യാദയ്ക്ക് നാണവും മാനവും മറയ്ക്കാൻ വസ്ത്രം ധരിക്കാതെ അപ്സരസുമാരോടൊപ്പം ഒത്തു നഗ്നരായി തടാകത്തിൽ കുളിച്ചത് കൊണ്ട് കിട്ടിയ ശാപമാണ്. എന്തായി ജനിക്കേണ്ടി വന്നു? മരങ്ങളായി. അപ്പോ തന്റെ മാനം മറയ്ക്കാൻ മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാത്തവരെല്ലാം ഒരു ജന്മം ഗരുഡപുരാണം അനുസരിച്ച് മരം. അപ്പൊ നമ്മുടെ സിനിമയിലും ഡ്രാമയിലുള്ളവരൊക്കെ എന്താകും? എല്ലാ ബോംബെയിലും മരമായി നിൽക്കും. യം യം വാപി സ്മരൺ ഭാവം ത്യജത് അന്തേ കളേവരം തം തം യേ വൈതി കൗന്തേയ സദാ തദ്ഭാവ ഭാവിതഃ. അർജുന, നീ മരണവേളയിൽ എന്താണാവോ ചിന്തിക്കുന്നത്
ആ ഭാവത്തിനെ നീ പ്രാപിക്കും, സംശയമേ ഇല്ല. മരിക്കുന്ന നേരത്ത് ഇങ്ങനെ കിടന്നിട്ട് എൻ്റെ അലമാറയ്ക്കകത്തുള്ള പൈസയേന്ന് ചിന്തിച്ചാൽ അലമാറയ്ക്കകത്ത് പാറ്റയായി ജനിക്കും, തിരിച്ചു വരും. അപ്പൊ ഈ കർമ്മത്തിന്റെ വിഭാഗം ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. കാരണം ഇതുപോലെ ശിക്ഷയൊക്കെ കൊടുക്കണം. ചായ ഉള്ളിവിടെ എത്തി. അപ്പൊ ഇതൊരു സേവനമാണ്. അത് ചെയ്യാൻ ആരെങ്കിലും തയ്യാറോ? ഒരുപാട് പേര് തയ്യാറാണ്. ഭക്ഷണം വിളമ്പണം, അത് ചെയ്യാൻ തയ്യാറാണോ? തയ്യാറാണ്. പക്ഷേ ചെരുപ്പ് വരിയിൽ വെക്കാത്ത അവിടെ ഇവിടെ ഇട്ടവർക്കൊക്കെ രണ്ട് അടി കൊടുക്കണം. ഈ സേവനം ചെയ്യാൻ പറഞ്ഞ ആരെങ്കിലും ചെയ്യോ? ചെയ്യത്തില്ല. അപ്പൊ ഈ കർമ്മത്തിന്റെ വിഭാഗം എടുക്കാൻ ആരും തയ്യാറുമല്ല. കാരണം ലക്ഷ്മി, വിദ്യ ഇവരൊക്കെ ഓരോന്നെടുത്തു, പക്ഷേ കർമ്മ വിഭാഗം എടുക്കാൻ അവർ തയ്യാറല്ല. കാരണം ഇവരെ കൊണ്ടുപോയൊക്കെ ശിക്ഷിക്കണം, ഇതെല്ലാം ചെയ്യണം. അതും ഭഗവാന്റെ കോടതി എന്ന് പറഞ്ഞാൽ മഹാ അത്ഭുതകരമായ കോടതിയാണ്. ഇപ്പൊ മനുഷ്യരുടെ കോടതിയിൽ ഞാനൊരു കൊലപാതകം ചെയ്തു, എനിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ്, തൂക്കിക്കൊല്ലാനാണ് എനിക്ക് വിധി, തൂക്കണം. ഞാനൊരു കൊലപാതകം ചെയ്തു, അതൊരു വിധിയാണ്. ഞാൻ 18 കൊലപാതകം ചെയ്തു, സർക്കാർ എന്ത് ചെയ്യും? എന്നെ 18 പ്രാവശ്യം തൂക്കിക്കൊല്ലുക. എന്ത് ചെയ്യും? അത്രയും. നമ്മുടെ നിയമങ്ങൾക്കും നമ്മുടെ എല്ലാം പരിമിതികളുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കോടതിയിൽ അങ്ങനെയല്ല. എനിക്കൊരു ശരീരം തരും. ആ ശരീരത്തിന്റെ പേര് യാതനാ ശരീരം, വേദന അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ള ശരീരം. അവിടെ വേണമെങ്കിൽ 18 പ്രാവശ്യം നമ്മൾ തൂക്കിക്കൊല്ലും. ആ 18 തവണയും നമ്മൾ വേദന അനുഭവിക്കേണ്ടി വരും. അപ്പൊ ആരുടെ നിയമമാണ് പൂർണ്ണത കൈവരിച്ച നിയമം, അല്ലെങ്കിൽ പൂർണ്ണമായ നിയമം ആരുടെയാണ്? ഭഗവാന്റെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഭഗവാന്റെ എല്ലാം പൂർണ്ണമാണ്. അപ്പോ എല്ലാ വിഭാഗങ്ങളും ദൈവം ഓരോരുത്തർക്കും കൊടുത്തു. ഒരു വിഭാഗം മാത്രം ബാക്കി ആരും ഒരു ദേവനും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? കർമ്മത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ അന്ന് ആ മീറ്റിങ്ങിന് അല്പം കാലതാമസമായി താമസിച്ചു വന്ന ഒരാളാണ് ധർമ്മരാജൻ. ധർമ്മരാജൻ എന്ന് പറഞ്ഞാൽ മഹാസാധുവാണ് അദ്ദേഹം. ഒരാളെ പോലും വേദനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. ആരാ? ധർമ്മരാജൻ. തന്റെ ജീവിതകാലം മുഴുവനും വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരുത്തരെയും വേദനിപ്പിക്കാത്ത ഒരാൾ. നമ്മളെ പോലെ. ആര്? ധർമ്മരാജൻ. നമ്മുടെ ജീവിതകാലം മുഴുവനും വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിച്ചിട്ടില്ല, അല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഇന്നത്തെ ദിവസം വാക്കുകൾ കൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചവരുണ്ടോ? അവിടെ സമയം കിട്ടിയില്ല, അല്ലേ? ഉണ്ട്, ചെയ്ത്. എന്നിട്ടും മിടുക്കന്മാര്. സന്തോഷ് പ്രഭു കണ്ട ചീത്ത പറഞ്ഞു. ഒരു ദിവസം പോലും കഴിയാൻ പറ്റുന്നില്ല, അല്ലേ? പക്ഷെ പരമസാധുവായിട്ടേക്കാം. ആരാ? സന്തോഷ് പ്രഭു അല്ല. ആരാ? ധർമ്മരാജൻ. പരമസാധു. തന്റെ ജീവിതകാലത്തിൽ പ്രവർത്തനങ്ങൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ട് പോലും ഇനി ഒരാളെ കുറിച്ച് ദോഷം വിചാരിക്കാത്ത ആളാണ്. നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സെല്ലാം ഫോട്ടോ എടുക്കാൻ തുടങ്ങിയ വെളിയിൽ ആരും കാണാത്തത് ഭാഗ്യം. നല്ല സോപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുളിച്ചിട്ട് വന്നിരിക്കുന്നു. അകത്ത് അതിൻ്റെ 4 ഇരട്ടി അഴുക്കാണ്. നമ്മുടെ ഉള്ളിൽ അഴുക്കുണ്ടോ ഇല്ലേ? എത്ര പേര് സമ്മതിക്കുന്നു? അപ്പൊ കൈ ഉയർത്താത്തവരെല്ലാം ഉള്ളിൽ അഴുക്കില്ല എന്ന് പറയുന്നു. ശരി, ഇപ്പൊ ഒരു ടെസ്റ്റ് വെക്കാം. നമുക്ക് 2 ന്യൂസ് കിട്ടി. ഒരു ന്യൂസ്, ഇപ്പുറത്ത് വീട്ടിലുള്ള ആൾക്ക് ബാങ്ക് മാനേജറായി പ്രൊമോഷൻ കിട്ടി. ഒരു ന്യൂസ്. രണ്ടാമത്തെ വാർത്ത, ഇപ്പുറത്ത് വീട്ടിലുള്ള പെൺകുട്ടി ആരുടെയോ കൂടെ ഓടിപ്പോയി. ഏത് വാർത്ത നമ്മുടെ ശ്രദ്ധയെ പിടിച്ചെടുക്കും? കറക്റ്റ്. അയാള് ബാങ്ക് മാനേജറായ എന്താ, നമുക്കെന്താ, അല്ലേ? പക്ഷെ ഓടിപ്പോയി. ആണോ? എനിക്ക് പണ്ടേ സംശയം ഉണ്ടായി. അതെ, നമ്മൾ അതിനെ കുറിച്ച് ഒരു ചർച്ചയായി. ആണോ അല്ലേ?
നമ്മുടെ ഉള്ളിൽ ഒരു അസുരൻ ഉണ്ടോ ഇല്ലേ? മറ്റുള്ളവരുടെ പരാജയം, മറ്റുള്ളവരുടെ ദുഃഖം ആഘോഷിക്കുന്ന ഒരു, എനിക്കില്ലേ നാരങ്ങളുള്ള, മറ്റുള്ളവരുടെ പരാജയം, മറ്റുള്ളവരുടെ ദോഷം മാത്രം ആസ്വദിക്കുന്ന ഒരു അസുരൻ നമ്മുടെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. ഉണ്ടോ ഇല്ലേ? എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഒരാൾ ജീവിതത്തിൽ വിജയിക്കുന്നു എന്ന് കേട്ടാൽ പോലും സന്തോഷിക്കാത്ത നമ്മൾ, അവരുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം വന്നു, അവിടെ ഒരു പരാജയം സംഭവിച്ചു എന്ന് കേട്ടാൽ ഉള്ളിൽ ഒരു ചെറിയ സുഖം. നമ്മളെ ഒരു കല്യാണത്തിന് ക്ഷണിച്ചു, നമ്മൾ അറിഞ്ഞു, 10-200 പവനൊക്കെ കൊടുത്ത് വലിയ ബംഗ്ലാവും കാറും ഒക്കെ കൊടുത്ത് 4 കൂട്ടം പായസവും സദ്യ, നമ്മളാ കല്യാണത്തിന് പോയി. നല്ല കാര്യം, സന്തോഷം. തിരിച്ചു വന്നു, എല്ലാവർക്കും ഇഷ്ടമായി. തിരിച്ചു വന്നപ്പോൾ ഒരു നാരങ്ങയും തേങ്ങയൊക്കെ തന്നു. ഓക്കെ. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ന്യൂസ്, മറ്റേ ആ കല്യാണം അവരില്ലേ, അത് പിരിഞ്ഞു. ഹബ്ബ, ഉള്ളിൽ കുറച്ച് പാലൊഴിച്ച പോലെ ചെറിയ ഒരു, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടി അസുരൻ ഒളിച്ചിരിപ്പുണ്ട്. ഉണ്ടോ ഇല്ലേ? ഉണ്ട്. അപ്പോൾ അന്ന് പക്ഷെ ധർമ്മരാജൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. മറ്റുള്ളവരുടെ ഹിതം ആഗ്രഹിക്കുന്ന, എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന, ശരിക്കും ആധ്യാത്മിക വ്യക്തികൾ അങ്ങനെ വേണമെന്ന്, നന്മകൾ മാത്രം ആഗ്രഹിക്കുക. ഈ ഹരേ കൃഷ്ണക്കാർ നമ്മളൊക്കെ വേഷത്തിൽ മാത്രമേ ആയിട്ടുള്ളൂ, അകത്തിനി അത്ര ആയിട്ടില്ല. പക്ഷെ വേഷത്തിലായി ഏകദേശം. ഇപ്പൊ കുറച്ച് പശുവിനെയൊക്കെ സ്നേഹിക്കാൻ പഠിച്ചിട്ടുണ്ട്, മനുഷ്യരെ ഇനി സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല, വരുന്നതേ ഉള്ളൂ. പക്ഷെ ശരിക്കും ഒരു ആത്മീകവാദി എങ്ങനെ ആയിരിക്കണം? സ്വയം തന്നെ സ്നേഹിക്കുന്നത് കൂട്ടത്തിൽ തന്നെ അതുപോലെ എല്ലാവരെയും കാണാൻ പറ്റുന്ന, പരദുഃഖ ദുഃഖി, അടുത്തവന്റെ ദുഃഖത്തിനെ തൻ്റെ ദുഃഖമായി കാണാൻ സാധിക്കുന്നത്, അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ധർമ്മരാജൻ. പരമസാധു, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ. ആ പക്ഷെ അന്ന് ഒരു തെറ്റ് ചെയ്തു. എന്താണ് അദ്ദേഹം അന്ന് ചെയ്ത തെറ്റ്? എന്താണ്? മീറ്റിങ്ങിന് ലേറ്റായി വന്നു. അയാൾ ഹരേ കൃഷ്ണക്കാരനാണ് തോന്നുന്നു. കാരണം നമ്മുടെ ഹരേ കൃഷ്ണ ആശ്രമത്തിൽ എങ്ങനെ പൂജയ്ക്ക് തിരക്കില്ല, അത് കഴിഞ്ഞ് സത്സംഗം ഒരു മനുഷ്യരില്ല, അത് കഴിഞ്ഞ് കീർത്തനയും ഭജനയും ഒരു 4 പിള്ളേർ കാണും. അടുത്ത ഭക്ഷണമാകുമ്പോ എവിടെ നിന്നാണോ അല്ല ഹോളങ്ങ് നിറഞ്ഞിരിക്കും. നമ്മുടെ സത്സംഗത്തിന്റെ പതിവ് അങ്ങനെയാണ് അല്ലെ? എല്ലാവരും സത്സംഗം നടത്തുന്നില്ലേ? എപ്പോഴാണ് ആള് കൂടുതൽ? ഭക്ഷണ സമയത്ത് ആള് കൂടുതൽ. അപ്പൊ അന്ന് ഇദ്ദേഹം അല്പം താമസിച്ചു വന്നു. ഒരു ദേവനും ഈ വിഭാഗം എടുക്കാൻ തയ്യാറായില്ല. ഏത് വിഭാഗം? കർമ്മത്തിന്റെ വിഭാഗം. അപ്പൊ ഭഗവാൻ ചോദിച്ചു, ധർമ്മരാജ, ഇവിടെ ഒരു സേവനം ബാക്കിയുണ്ട്, അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്? ഉടനെ ധർമ്മരാജൻ വിനയത്തോട് പറഞ്ഞു, അങ്ങ് എന്ത് സേവനം ചെയ്താലും തന്നാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇന്നാ പിടിച്ചോ. എന്താണ്? ധർമ്മരാജൻ നടുങ്ങാൻ തുടങ്ങി. എനിക്ക് മര്യാദയ്ക്ക് പപ്പടം പൊരിക്കാൻ പോലും അറിയില്ല. ഇവരെയെല്ലാം പിടിച്ച് എണ്ണച്ചട്ടിയിൽ എങ്ങനെ ഞാൻ പൊരിക്കും? തുന്നൽ മെഷീനിൽ വെച്ച് ഞാൻ എങ്ങനെ തയ്ക്കും? ഈ നരകലോകം സംരക്ഷിക്കുന്ന ജോലിയൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഉടനെ ഭഗവാൻ പറഞ്ഞു, ധർമ്മരാജ, ഒരു മനുഷ്യര് നിന്നെ ഭൂമിയിൽ തടസ്സപ്പെടുത്തില്ല. കർമ്മത്തിന്റെ മുഴുവിഭാഗവും നിന്റെ ചുമതലയാണ്. നീ എടുക്കുന്ന തീരുമാനമാണ് ശരി. അത്ര എന്തിനാ? ഞാൻ പോലും അതിൻ്റെ ഇടയിൽ വരില്ല. നിന്നെ ചോദ്യം ചെയ്യാനോ നിന്നെ തടസ്സപ്പെടുത്താനോ ഞാൻ പോലും വരില്ല. നീ എടുക്കുന്ന തീരുമാനമാണ് അന്തിമമായ തീരുമാനം. പക്ഷേ നെറ്റിയിൽ ഗോപീചന്ദനം ചാർത്തിയവർ, കഴുത്തിൽ തുളസിമാല ധരിച്ചവർ, കയ്യിൽ ദിവസവും ജപമാല പിടിച്ച് ഉറങ്ങുന്നവർ, അവരെ വിട്ടേക്കാൻ പറഞ്ഞു. ബാക്കി എല്ലാരെയും പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞു. ആരെയൊക്കെ പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞു? അതാ ഗോപീചന്ദനം കാണാനില്ല, നെറ്റിയില് ഉണ്ടാ, ആർക്ക് യമന് പോലും കാണാൻ പറ്റില്ല. നെറ്റിയിൽ ഗോപീചന്ദനം, കഴുത്തില് ജപമാലയാ, തുളസിമാല, കയ്യിൽ എന്താണ്? ജപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതങ്ങനെ പിടിച്ചോ. ഈ കൂട്ടരെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ ആരാ തുളസിമാല കഴുത്തിൽ ധരിക്കുന്നത്?
ഈ ശരീരത്തിലുണ്ടാകുന്ന ശബ്ദം, ഈ കഴുത്തിലിരുന്ന് ഖണ്ഡത്തിലിരുന്ന് പുറപ്പെടുന്ന ശബ്ദം മറ്റുള്ളവരുടെ മനസ്സിൽ ശാന്തി ഉണ്ടാക്കുന്ന ശബ്ദമായിരിക്കണം. അകത്തു പോകുന്ന ഭക്ഷണവും സാത്വികമായ, കോഴിയും കുറുക്കനെയൊക്കെ പിടിച്ച് തിന്നാതെ സാത്വികമായ ഭക്ഷണം അകത്തോട്ട് പോകണം. പുറപ്പെടുന്ന ശബ്ദവും വളരെ സൗമ്യം. അതിൻ്റെ ഒരു എന്താ പറയുക, ബെൽറ്റാണ് ഏത്. എനിക്കറിയാവുന്ന ഒരു ഭക്തരുണ്ട്, ശനിയാഴ്ചയാകുമ്പോൾ ഇത് ഊരി വെച്ച് മീൻ കഴിച്ച് പിന്നിട്ടോളൂ. അങ്ങനെ ചില ബുദ്ധിമാന്മാരൊക്കെ ഉണ്ട്. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു ബെൽറ്റാണ്. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരാണ് സസ്യഭക്ഷണം, സസ്യാഹാരികളുള്ളത്? പൂർണ്ണമായും കുറച്ച് പേരൊക്കെ ഉണ്ട്. പകുതിയോളം പേരില്ല. കലിയുഗത്തിൽ ഒരു മഹാഭാവമാണ്. ക്രമേണ അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇത് പറയുമ്പോൾ ഉടനെ ആൾക്കാർ രാമായണത്തിൽ രാമൻ കഴിച്ചില്ലേ നരസിംഹ, അത് എന്നും പറഞ്ഞു അതൊക്കെ ചെയ്യും. നരസിംഹമൂർത്തി നമ്മളെടുത്ത് വെജിറ്റേറിയൻ ആവാൻ പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ ഭഗവാൻ എന്താ ചെയ്തത്? ഉള്ള കുടലും മാലയും ചോരയൊക്കെ എടുത്ത് പോയി എന്നും പറഞ്ഞ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഗീതയിൽ നമ്മളെടുത്ത് കഴിക്കാൻ പറഞ്ഞിരിക്കുന്ന ഭക്ഷണമാണ് പൂവ്, ഇല, പഴങ്ങള്, ധാന്യങ്ങള്, പച്ചക്കറി, ഇതെല്ലാം. നരസിംഹമൂർത്തി കുടലൊക്കെ എടുത്തെന്ന് പറഞ്ഞ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സസ്യഭക്ഷണമാണ് ശാസ്ത്രം ഉപദേശിക്കുന്ന ഭക്ഷണം. ആഹാരശുദ്ധോ സത്വശുദ്ധി. സത്വശുദ്ധി ക്രിയകൾ ശുദ്ധമാകാൻ സഹായിക്കും. ക്രിയ ശുദ്ധമായാൽ ബോധം ശുദ്ധമാകും. ബോധം ശുദ്ധമായാൽ ജന്മസാഫല്യമുണ്ടാകും. തുടങ്ങുന്നത് ഇതിൽ വെച്ചാണ്? ആഹാരശുദ്ധേ ബോധം. ഭക്ഷണം ശുദ്ധമായാൽ അത് സത്യമാണ്. ഒരു 100 ml മദ്യം അകത്ത് പോയാൽ അയാളുടെ സംഭാഷണത്തിൽ ഒരു മാറ്റം ഉണ്ടല്ലോ, നടത്തിയിൽ ഒരു മാറ്റമുണ്ടല്ലോ. അതേപോലെ തന്നെ ചോരയും മാംസവും ഇത് അകത്ത് പോയാലും അവരുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകും. ഒരു കൊച്ചുകുട്ടി, ഇതൊരു ഞാൻ പ്രഭാഷണത്തിൽ പറഞ്ഞപ്പോൾ ഒരു കുട്ടി പറയാണ്, അല്ലല്ല അമ്മ കഴുകിയിട്ടാണ് പാചകം ചെയ്യണമെന്ന്. ശരി, മത്സ്യമാംസാദികൾ ഉള്ളിൽ പോയാൽ അത് ചെറുതായിട്ട് ബോധത്തിനെ സ്വാധീനിക്കും. പുരാണങ്ങൾ അനുസരിച്ച് അത് പാപമാണ്. ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലാണുള്ളത്. മലപ്പുറം ജില്ലയിൽ മുഹമ്മദീയരുടെ സംഖ്യ കൂടുതലാണ്. അവരെല്ലാം മത്സ്യമാംസാദികൾ മാംസഭക്ഷണം കഴിക്കുന്നവരാണ്. പക്ഷേ അവർ കോഴിയും ആടിനെയും വെട്ടുമ്പോൾ പ്രാർത്ഥിച്ചിട്ടല്ലേ വെട്ടുന്നത്? ആണോ അല്ലേ? ആണ്. തക്കാളിയും തേങ്ങയും വെട്ടുമ്പോൾ അവർ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. അതിലും നമ്മൾ എന്താ മനസ്സിലാക്കുക? തേങ്ങയും തക്കാളിയും വെട്ടിയാൽ എന്തില്ല? പാപം. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കോഴിയെ വെട്ടുമ്പോൾ എന്ത് ചെയ്യണം? അവർ ഒരു പടി മുന്നിലാണ്. എന്തുകൊണ്ട്? പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥനയും ഇല്ല, ഒന്നുമില്ല, പല്ലും തേച്ചില്ല. അപ്പോ ജീവിതത്തിൽ പാപം കൂടുകയാണ്. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? എത്ര പേര് സമ്മതിക്കുന്നു? അടുത്ത ചോദ്യം ഞാൻ ചോദിക്കില്ല. അപ്പോ ഇങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റ്, ഈ വിഭാഗമാണ് ധർമ്മരാജന് കിട്ടിയത്. പക്ഷെ ധർമ്മരാജൻ മഹാസാധുവാ. പുള്ളി പറഞ്ഞു ഭഗവാന്റെ അടുത്ത്, കൃഷ്ണ ഞാൻ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ പോലും തടസ്സപ്പെടുത്തുകയില്ല. അപ്പൊ ആ ധർമ്മരാജൻ കോടതിയിലേക്ക് പ്രവേശിച്ചു. കോടതിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം സ്വീകരിച്ച ഭയാനകമായ രൂപമാണ് യമൻ എന്ന രൂപം. അദ്ദേഹം സാധുവായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ധർമ്മരാജൻ. കോടതിയിൽ കയറി ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്താണ്? യമരാജൻ. കറുത്ത മുഖവും ചെമ്പ് നിറത്തിൽ കണ്ണുകളും ചെമ്പ് നിറത്തിൽ മുടിയും, 2 ശിങ്കിടികൾ. ആരൊക്കെയാണ്? കാലം, മൃത്യു. അദ്ദേഹത്തിന്റെ അതും കൂട്ടിയിട്ടാ വരുന്നത്. അത് ചിലപ്പോൾ KSRTC ബസിന്റെ രൂപത്തിലോ പലതിലും വരും, പല രൂപത്തിൽ അത് വരും. ഒരു സൈഡ് കാലൻ, ഇനിയൊരു സൈഡ് മൃത്യു. അങ്ങനെ 2 ദാസന്മാരുമായിട്ട് അദ്ദേഹം സഞ്ചരിക്കുന്നത്. രാവിലെ തെക്ക് തൊട്ട് ഒരു ബാഗുമായിട്ട് വരും. തിരുവനന്തപുരത്ത് നിന്ന് 2, കൊല്ലത്തിൽ നിന്ന് 4, മലപ്പുറത്ത് നിന്ന് 5 ഇങ്ങനെ പിടിച്ച് പറക്കിയിട്ട് പോകും. കർക്കിടക മാസത്തിൽ അദ്ദേഹത്തിന് ടാർഗറ്റ് അല്പം കൂടുതലാണ്, ബാക്കിയുള്ളവരെയും കൊണ്ടുപോകും. പക്ഷെ ഈ ജോലി ആ യമരാജൻ പറഞ്ഞു, ഞാൻ എങ്ങനെ ചെയ്യും? ഭഗവാൻ പറഞ്ഞു, ഞാൻ പോലും ഇതിൽ തടസ്സപ്പെടുത്തുകയില്ല. അങ്ങനെ യമരാജൻ തൻ്റെ കർത്തവ്യം തുടങ്ങി.
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ.